അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, SLRCയുടെ 35ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന സെഷനിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഈ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യാതിഥി മന്ത്രിയുടെ തിരക്ക് കാരണം ബാക്കിയുള്ള നമ്മുടെ അധ്യക്ഷ പ്രസംഗവും സ്വാഗത പ്രസംഗവും ഒക്കെ ശേഷമാക്കാമെന്ന് കരുതിക്കൊണ്ട് ആദരണീയനായ മന്ത്രിയെ SLRCയുടെ 35ാം സംസ്ഥാന സംഗമത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. SLRCയുടെ 37ാമത് സംസ്ഥാന സംഗമത്തിലെ സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. SLRC പൊതുപരീക്ഷയിൽ വിജയിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ പഠിതാക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഖുർആൻ, അറബി ഭാഷാ പഠനം, ഇസ്ലാമിക ചരിത്രം തുടങ്ങിയവയിലെല്ലാം ഉൾപ്പെട്ട പഠന സമ്പ്രദായം SLRC മുന്നോട്ട് വെക്കുന്നുണ്ട്. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പഠനവും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ ഡീവിയേഷൻ പോലും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ്. ഓരോ മതത്തിൻ്റെയും മതഗ്രന്ഥത്തിൻ്റെയും ദർശനം നാം ശരിയായ നിലയിൽ പകർന്ന് നൽകേണ്ടതുണ്ട്. വാചകങ്ങളോ വാക്കുകളോ മാറിയാൽ ആശയങ്ങൾ തന്നെ മാറിപ്പോകും. പലതും ദുർവ്യാഖ്യാനിച്ച് പല നിലയിലുള്ള വിവാദങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം കൂടിയാണ് ഇത്തരം പഠനം. ഒരു മതവും മതവർഗീയതയോ മത തീവ്രവാദത്തെയോ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഭീകരവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. SLRC അത്തരം മേഖലകളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം മനുഷ്യൻ്റെ നന്മയാണ്, മനുഷ്യൻ്റെ ഐക്യമാണ്, സ്നേഹമാണ്. ഇസ്ലാമും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എല്ലാ നിലയിലും മുന്നോട്ട് പോകണമെന്ന് പ്രഖ്യാപിക്കുന്ന മതമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ ബോധപൂർവം ഇസ്ലാം സമം ഭീകരവാദം എന്നുള്ള ആശയം പ്രചരിപ്പിക്കാനുള്ള ശ്രമം ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി നടക്കുന്നുവെന്നുള്ളത് നമുക്കൊക്കെ അനുഭവങ്ങളിലൂടെ അറിയാവുന്ന കാര്യമാണ്. വളരെ ബോധപൂർവം അത്തരം പ്രചരണങ്ങൾ വ്യാപിപ്പിക്കാൻ സമൂഹത്തിൽ അത്തരം വിഭാഗീയ ചിന്താഗതികൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ നിലയിൽ നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വളരെ ബോധപൂർവം അത്തരം പ്രചരണങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് കപടദേശീയത, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നാനത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. മതനിരപേക്ഷതയാണ് നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളിലും ഏറ്റവും സൗന്ദര്യമുള്ളത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും
അവരുടെ വിശ്വാസം മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ മാനവിക ഐക്യം വളരെ പ്രധാനമാണ്. എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ വിശ്വാസം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് നൽകുന്നുണ്ട്. മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമോ മാത്രം പൊരുതി നേടിയതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായവരുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയാണ്. എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപകടകരമായ ചില പ്രവണതകൾ കടന്നു വരികയും അപരവൽക്കരണം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഇസ്ലാം സമം ഭീകരവാദം എന്ന പ്രചരണം അസംബന്ധം പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുകയാണ്. അവിടെ ചില ദുർവ്യാഖ്യാനങ്ങളും കടന്നു വരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ വളരെ കൃത്യമായി ഇത്തരം ഇടപെടലുകൾ, വാചകങ്ങളോ വാക്കുകളോ മാറാതെ മതഗ്രന്ഥങ്ങളിലെ ആശയം ശരിയായ അർത്ഥത്തിൽ മനുഷ്യരിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിന് എല്ലാ നിലയിലും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം നൽകുന്നതാണ്. സ്നേഹമാണ്, മാനവിക ഐക്യമാണ്, നന്മയാണ് ഈ ലോകത്തെ നിർണയിക്കുന്നത്. പരസ്പര സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക, അതാണ് ഇതിലേറ്റവും പ്രധാനം. അതിനുവേണ്ടി എല്ലാവരും എല്ലാ നിലയിലും ഇടപെടണം, എല്ലാ നിലയിലും മുന്നോട്ട് പോകണം. മതസൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പാഠങ്ങൾ എല്ലാവരിലും പകർന്നു നൽകാനും നേരിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം പകർന്നു നൽകുന്ന ഇസ്ലാം മതത്തിൻ്റെ ഗ്രന്ഥത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പോകാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പുതുതലമുറയെ വലിയ നിലയിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ്. അതിനെതിരെ, ലഹരിക്കെതിരെ, ലഹരിയുടെ വിപത്തിനെതിരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിലകൊള്ളണം. എവിടെയും ലഹരി അനുവദിക്കാതിരിക്കാനുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അതിശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. SLRCയുടെ ഉപഹാരം നൽകുന്നത് SLRC ഡയറക്ടർ KB അബ്ദുൽ ലത്തീഫ് മൗലവി.